എന്താ കേട്ടാ? എടാ ജൂനിയറെ, നമ്മളൊരു ദോസ്തിന്റെ വാട്സപ്പ് മെസ്സേജ് കിട്ടാൻ എന്തെങ്കിലും ഒരു കുറുക്കുവഴി ഉണ്ടോ? അതൊക്കെ സീനാണ് ഗിരിയേട്ടാ. പ്ലീസ് ഒന്ന് ശരിയായതാ. സുക്കറണ്ണന്റെ ഫ്രണ്ടാ ഗിരിയേട്ടൻ, ആയോണ്ട് വേണമെങ്കിൽ സംസാരിക്കാം. ഇവന് ഫുൾ ടൈം ഓൺലൈനിൽ കാണാം. ഓക്കെ, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുമായിട്ട് എന്നാ ഇടപാടെന്നൊന്നും അറിയണം. ഗിരിയേട്ടൻ ഒരു കാര്യം ചെയ്യും, ആ വേണ്ട ആളുടെ നമ്പർ ഒന്ന് ഫോണിൽ സേവ് ചെയ്യും, ബാക്കി ഞാൻ സെറ്റ് ചെയ്യാം. പിന്നെ ചെലവുണ്ട്. ശരിയാക്കാം. അപ്പോ ഡൺ, വൈകുന്നേരം കാണാം. ഓക്കെ, വൈകുന്നേരം സെറ്റ് ആക്കാം. ആ ഫോട്ടോ എടുത്തു വെച്ചോ. രാവിലെ എഴുന്നേറ്റ് കെട്ടിയോന് ഇച്ചിരി ചായ ഉണ്ടാക്കി തരണമെന്ന് ഒരു വിചാരമില്ല. ടീച്ചറാണിത്ര ടീച്ചർ. പറഞ്ഞിട്ട് കാര്യമില്ല, പാതിര വരെ ഫോണിൽ കുത്തിയിരുന്ന് ശീലിച്ചു പോയില്ലേ. ഈയിടെ ജയശ്രീ ഗിരിയേട്ടാ, ഈ കുഴമ്പത്തേക്കിൽ എന്നും വേണോ? വേണം വേണം. ക്യാമ്പില് പട്ടാളക്കാർക്കേ ഞരമ്പില് ബലമുണ്ടാവാൻ കുറുന്തോട്ടി കുഴമ്പ് നിർബന്ധ. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ് മുഴുവൻ കുറുന്തോട്ടി വെച്ച് പിടിപ്പിച്ചിരിക്കല്ലേ പട്ടാളക്കാർ കുഴമ്പുണ്ടാക്കാം. അല്ല, ഈ വീട്ടിൽ എന്തോ ഒരു സ്ഥലമുണ്ട്, അടുക്കളയിൽ തന്നെ വേണോ ഈ കുഴമ്പത്തേക്കില്? ഇതേ എന്റെ വീട്, എന്റെ അടുക്കള, എന്റെ ബോഡി, എന്റെ കുഴമ്പ്. ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും. അല്ല പിന്നെ അവിടെ തന്നെ വെക്ക. ഒരു ദിവസം ഞാൻ കുഴമ്പൊഴി കറി വെച്ചിരുന്നു. ജവാന്റെ ആലോചന വന്നപ്പോ അമ്മ എന്താ പറഞ്ഞേ? അച്ഛന്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടത് മരുമകനാണ് അല്ലേ? ഒരു ജവാനെ മാത്രമേ ജീവിത പങ്കാളിയാക്കൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു ധീര ജവാന്റെ മകളായ ജയശ്രീയെ രാജ്യത്തിന് വേണ്ടി ഞാൻ ആദരിക്കുന്നു. എന്നിട്ടോ അങ്ങേരുടെ അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പന്മാർക്കും സ്ഥാനവും മറുത്ത്, നിങ്ങൾക്കോ ഈ അടുക്കളയിൽ തൃപ്തിയായല്ലോ. അമ്മയ്ക്കേ ഇത് തന്നെ വേണം, കൊണക്കായിപ്പോ. ഇതെന്തിനാ? അരിയിടാ. പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ചോറുണ്ടാക്കാനേ ആർക്കും പറ്റും. കിണറ്റിന്ന് ബക്കറ്റ് ഇട്ട് തുടിച്ച് വെള്ളം കോരിയെടുക്കണം. ആ വെള്ളത്തിലെ ഓക്സിജൻ ഉണ്ടാകും. ഒരു എളുപ്പപ്പണി കണ്ടുപിടിച്ചേക്കണം. എന്നാലേ ഗിരിയേട്ടന് ഇത്തിരി വെള്ളം കോരുത്ത. നീ ഇത് ആരോടാടി പറയണേ? അതിർത്തി കാത്തവനോട് അടുക്കളക്കാരും പറയുന്നു. പാൻഡമിക് കാലത്തിന് ശേഷം കുട്ടികളുടെ മാനസികാരോഗ്യത്തിൽ സാരമായ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ വീക്ക് സ്റ്റുഡൻസിൽ. പഠനത്തിൽ പിന്നിലേക്ക് പോകുന്ന കുട്ടികളെ മറ്റു കുട്ടികളോടൊപ്പം എത്തിക്കണമെങ്കിൽ നമുക്കൊരു ഓൺലൈൻ പരിശീലനം കൂടി കൊടുക്കേണ്ടി വരും.
വെച്ചു കൊടുക്കരുത് കേട്ടോ. മാഡം നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ജയശ്രീ ടീച്ചർ അതിന് ബെസ്റ്റാ. അതെ, ജയശ്രീക്ക് പറ്റും. പത്തിരുപത്തഞ്ച് അധ്യാപകരുള്ള ഈ സ്കൂളിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു ടീച്ചറേ ഉള്ളൂ അല്ലേ? കൊള്ളാം. സ്വന്തം ചുമതല മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് വലിയ മിടുക്കാണെന്നൊന്നും ആരും കരുതണ്ട. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്നവരാണ് ജീവിതത്തിൽ റോൾ മോഡലുകളായി മാറുന്നത്. ജയശ്രീ, യു ക്യാൻ ഡു വണ്ടേഴ്സ്. തൽക്കാലം വീക്ക് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഓൺലൈൻ ക്ലാസ് ജയശ്രീ ടീച്ചർ എടുക്കട്ടെ. പിന്നെ ക്രിസ്മസ് ആഘോഷം. 10:30 സൈബർ ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മാം. പ്രിയ അധ്യാപകരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് ആരംഭിക്കുകയാണ്. ആക്ച്വലി ഈ ക്ലാസ്സിൽ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. എന്നാൽ രക്ഷിതാക്കളിലൂടെ ഈ വിഷയം കുട്ടികളിലേക്ക് എത്തിക്കണമെന്നുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ലാസ് എടുക്കുന്നതിനായി സൈബർ വിദഗ്ധൻ ശ്രീ സാജൻ പീറ്ററിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Well, good morning. Good morning. Good morning. Cyberbullying, blackmailing and stalking. മൊബൈൽ ഫോൺസും ബൈനറി കാൽക്കുലേറ്റിംഗ് സിസ്റ്റംസ്, അതായത് ഈ കമ്പ്യൂട്ടർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുമ്പോൾ ഇത്തരം വാക്കുകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാവുന്നു. ഞാൻ ബാങ്കിൽ കയറട്ടോ, 5ാമത്തെ ചെക്കാണ് നിങ്ങൾ ബൗൺസ് ആക്കിയിട്ടുള്ളത്. ജവാനായിരുന്നു. എങ്ങനെയുണ്ട് പുതിയ ജോലി? കുഴപ്പമില്ല. ടീച്ചർ പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ. ഈ ജോലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പറഞ്ഞ് റെഡിയാക്കാം. ഇവക്ക് ഈ SI ആയിട്ട് എന്നാ കണക്ഷൻ? എന്റെ പൊന്നു ടീച്ചറെ, ഈ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ കിടന്ന് ഉറങ്ങിയാണ്ടല്ലോ, അതെനിക്കുള്ളൊരു വാർണിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നേ. ആണോ? അല്ല, ഞാൻ ഈ വിളമ്പുന്നതേ ഒരു മധുരമിടാ ചായ ആണോ എന്ന് എനിക്കൊരു സംശയം. ആണോ? ടീച്ചറെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ പഠിപ്പിക്കാൻ എളുപ്പമാണ്, പഠിക്കാനാണ് പാട്. അതാണല്ലോ കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഇനി മേല നിങ്ങൾ ആരും സ്റ്റുഡൻസിന് കുറ്റം പറയാൻ പാടില്ല. കേട്ടല്ലോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് തൽക്കാലം ഈ ബുള്ളിങ്ങും ഹാക്കിങ്ങും സ്റ്റോക്കിങ്ങും ഒന്ന് മാറ്റിവെച്ച് ഒന്ന് റിഫ്രഷ് ആയാലോ? ടീച്ചറെ, ഇവിടെ ആരും ഒരു നല്ല പെർഫോമർ? അത് എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്. ടീച്ചർ നന്നായിട്ട് പാടും. ഒന്ന് പാടുന്നേ ടീച്ചർ, ഒന്ന് പാടും പ്ലീസ്. പ്ലീസ്